അവർ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു പൊതുവായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി സഹായിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ച് അതിനുവേണ്ടി ചെലവഴിക്കാതിരിക്കുക, അത് ദുരുപയോഗിക്കുക, അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഭാവി കേരളം തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിൽ കോൺഗ്രസ് സ്വീകരിച്ച ഇരട്ടത്താപ്പുണ്ട്. ആദ്യം സർക്കാരിനോട് സഹകരിച്ച കോൺഗ്രസ് പിന്നീട് പിന്മാറി. അതുപോലെ തന്നെ മുസ്ലിം ലീഗും സർക്കാരിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നായിരുന്നു സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതും. അത്തരമൊരു തീരുമാനമാണ് യോഗത്തിൽ ഉണ്ടായത്. എന്നാൽ മുസ്ലിം ലീഗും പിന്മാറി. എന്തിനായിരുന്നു? എന്തായിരുന്നു ലക്ഷ്യം? ഈ ഇരട്ടത്താപ്പ് വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി. കേൾക്കണം. വയനാട് ദുരന്ത ബാധിതരോട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്ത ചതി, പിരിച്ച പണം എവിടെയെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. എത്ര പണം പിരിച്ചു എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ. അതേക്കുറിച്ച് മുഖ്യമന്ത്രി കൃത്യം വിശദീകരിക്കുന്നു. ചോദ്യത്തിന് മറുപടിയായി. വാഗ്ദത്തങ്ങൾ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കലാണല്ലോ പ്രധാനം. ഇവിടെ ജനങ്ങൾ ഇതിലെല്ലാമുള്ള വ്യത്യാസങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ്, കണ്ട് മനസ്സിലാക്കുന്നവരാണ്. അവിടെയാണ് UDF-നെയും LDF-നെയും ജനങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്. ആ താരതമ്യത്തിന്റെ ഭാഗമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുന്നു. UDF-ന് ഒരു കാലത്തും പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് നിർബന്ധമുണ്ടായിട്ടില്ല. എന്നാൽ LDF-ന് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന നിർബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് 2016 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പ് കാലയളവിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDF പറഞ്ഞ 600 ഇനത്തിൽ 20 എണ്ണം ഒഴികെ ബാക്കി മുഴുവൻ നടപ്പാക്കാനായി. ഇവിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വല്ലാതെ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചു ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളുമായി ചർച്ച ചെയ്തു. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിന് പകരം അവരുടെ അഭിപ്രായം എടുക്കാം എന്ന് കണ്ടു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ സർക്കാർ പുനരധിവാസത്തിന്റെ ഭാഗമായി കാശ് തന്നാൽ ഞങ്ങളതും വാങ്ങി ഓരോ പ്രദേശത്താണ് പോകുക. പല മുമ്പിലാവും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരിടത്ത് താമസിക്കാൻ സൗകര്യമൊരുക്കും. ആ ചർച്ച, ആ അഭിപ്രായം സർക്കാർ പൊതുവെ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകാം എന്ന് നിശ്ചയിച്ചു. എന്നാൽ കാണേണ്ട കാര്യം, സർക്കാർ എന്ന നിലക്ക് ഏകപക്ഷീയമായല്ല തീരുമാനമെടുക്കുന്നത്. നമ്മുടെ ഇത്തരമൊരു കാര്യം, സംസ്ഥാനത്തിന്റെ പൊതുവായൊരു കാര്യം, ആ കാര്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കുക. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു. നല്ല വ്യക്തതയോടെ പരസ്പരം സംസാരിച്ചു. അപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാമെന്ന് കണ്ടു. ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ അവിടെ വീട് നിർമ്മിച്ച് നൽകാൻ വാഗ്ദത്തം നൽകിയവരുണ്ട്. ഈ വാഗ്ദത്തം നൽകിയവർ അവർ
അവരുടെ രീതി അനുസരിച്ച് വീടുകൾ നിർമ്മിച്ചാൽ ഒരു ഏകീകൃത രൂപം വരില്ല. ഒരു ഏകീകൃത രൂപമാണ് നല്ലത്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ ഈ ഒരു ചർച്ചയല്ല, പലവട്ടം ചർച്ചയാണ്. ആ ചർച്ചകളിലുണ്ടാകുന്ന ധാരണയാണ്. അപ്പോൾ വീടുകൾ നൽകാമെന്ന് പറഞ്ഞവരുണ്ട്. വീടുകൾ നൽകാമെന്ന് പറഞ്ഞവർ എങ്ങനെയാണ് തുക നൽകുക? അവസാനം എത്തിച്ചേർന്നത് സർക്കാർ ഒരു തുക നിശ്ചയിക്കുക. ആ തുക ഒരു വീടിന് ഇത്ര തുകയാണെന്ന് പറയുക. ആ തുക ഇത് സ്പോൺസർ ചെയ്യുന്നവരിൽ നിന്ന് വാങ്ങുക. എത്ര വീടാണോ അത്ര വീടിന് വേണ്ടി വാങ്ങുക. സർക്കാർ തന്നെ വീട് നിർമ്മിക്കുക. അപ്പോൾ എല്ലാ കാര്യത്തിനും ധാരണയായി. ഒരു വീടിന് 20 ലക്ഷം രൂപ എന്നും കണക്കാക്കി. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ എല്ലാവരും വീട് നിർമ്മിക്കുന്നതിന് സഹായിക്കാൻ സന്നദ്ധ കാണിച്ചിരുന്നു. അതിൽ ചില സംഘടനകൾ മാതൃകാപരമായി തന്നെ ഇടപെടുകയും 100 വീട് നിർമ്മിക്കുന്നതിനുള്ള പണം ആദ്യമേ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. നല്ല മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ഇതിൻ്റെ കാര്യത്തിൽ ആവശ്യമായ പണം ശേഖരിച്ചവരായിരുന്നു അവരൊക്കെ. എന്നാൽ ഇത്തരം ആലോചനകളിലെല്ലാം ഭാഗവാക്കായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ അവർ സ്വന്തമായി വീട് നിർമ്മിച്ച് നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും പ്രതിപക്ഷ നേതാവായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു നിലയെടുത്തത്? നമ്മളെല്ലാവരും കൂടി ഒരിടത്ത് വീട് നിർമ്മിച്ച് നൽകാനല്ലേ കണ്ടിരുന്നത്. ഏതായാലും അവരവരുടെ നിലപാടുമായി മുന്നോട്ട് പോയി. അപ്പോഴും കോൺഗ്രസ് ഇതുമായി സഹകരിക്കുന്നതാണ് അന്നേരം ധാരണ. അതിനകത്ത് സഹകരണം എങ്ങനെയാണ്? എത്ര വീടാണോ നിർമ്മിക്കുന്നത് ആ വീടിന് കണക്കാക്കിയ പണം നൽകണം. അത് പിന്നീട് കോൺഗ്രസ് നിലപാട് മാറ്റുന്നു. അത് പണം ഉള്ളതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. ഒരു കാര്യം അന്നേരം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ വാഗ്ദത്തം ചെയ്തവർ പണം നൽകാതിരുന്നാൽ നമുക്ക് വീട് പൂർത്തീകരിക്കാൻ കഴിയാതെ വീട് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റില്ല. പൂർത്തീകരിക്കൽ പ്രധാനമാണ്. അപ്പോൾ പണം തന്നാലും തന്നില്ലെങ്കിലും പൂർത്തീകരിക്കൽ സർക്കാരിൻ്റെ ബാധ്യതയായിരിക്കും എന്ന് അവരുമായുള്ള ചർച്ചയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസ് വേറെ വീട് നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞു. അതിന് പിന്നെ സ്ഥലമെടുക്കുന്നെന്ന് കേട്ടു. അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഉള്ള അനുഭവം. ആ പണവുമായി ബന്ധപ്പെട്ട് പിരിച്ച പണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായൊരു വിശദീകരണം നേതൃത്വത്തിൽ നിന്ന്, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായതായി നമുക്കാർക്കും അനുഭവവുമില്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ അവർ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു പൊതുവായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി സഹായിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ച് അത് അതിനുവേണ്ടി ചെലവഴിക്കാതിരിക്കുക, അത് ദുരുപയോഗിക്കുക, അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഭാവി കേരളം തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്.